എപ്സ്റ്റീൻ ഫയൽസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടർ പരമ്പര തുടരുകയാണ്. ജെഫ്രി എപ്സ്റ്റീനുമായി കേന്ദ്ര പെട്രോളിയം വകുപ്പ് മന്ത്രി ഹർദീപ് സിംഗ് പുരിക്ക് ബന്ധമുണ്ടെന്ന വിവരമാണ് ഒടുവിൽ പുറത്തുവരുന്നത്. ആരുടെയൊക്കെ പേരാണ്? ഹർദീപ് സിംഗ് പുരിക്ക് നേരെ ഉയർന്ന 3 പ്രധാനപ്പെട്ട ആരോപണങ്ങൾ എന്തൊക്കെയാണ്? എപ്സ്റ്റീനുമായി അദ്ദേഹത്തിന് എന്താണ് ബന്ധം? നോക്കാം. അനിൽ അംബാനിക്ക് ശേഷം എപ്സ്റ്റീൻ ഫയൽസിൽ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ഇന്ത്യൻ പേരുകളിലൊന്ന് കേന്ദ്ര പെട്രോളിയം വകുപ്പ് മന്ത്രി ഹർദീപ് സിംഗ് പുരിയുടേതാണ്. എപ്സ്റ്റീനുമായി 3 തവണ ന്യൂയോർക്കിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി. എപ്സ്റ്റീന്റെ സഹായത്തോടുകൂടി പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ് ആപ്ലിക്കേഷനായ ലിങ്ക്ഡിൻ സഹസ്ഥാപകൻ റെയ്ഡ് ഹോഫ്മാനുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചു. എപ്സ്റ്റീന്റെ വിവാദ ദ്വീപിനെ വിചിത്രമായത് എന്നർത്ഥം വരുന്ന എക്സോട്ടിക് എന്ന് വിശേഷിപ്പിച്ചു എന്നുൾപ്പെടെ നിരവധി ആരോപണങ്ങളാണ് ഹർദീപ് സിംഗ് പുരിക്കെതിരെ ഉയർന്നത്. ന്യൂയോർക്കിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചകളെല്ലാം താൻ BJP-ക്കാരനാകുന്നതിന് മുമ്പായിരുന്നു എന്നാണ് ഹർദീപ് സിംഗ് പുരിയുടെ ന്യായീകരണം. എന്നാൽ ആ ന്യായീകരണത്തിന് അടിസ്ഥാനമില്ല എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. 2015 ഫെബ്രുവരി മാസമാണ് ആദ്യത്തെ കൂടിക്കാഴ്ച. 2016 ജനുവരി മാസം അടുത്ത കൂടിക്കാഴ്ച. 2017 മെയ് മാസം 3ാമത്തെ കൂടിക്കാഴ്ച. ഹർദീപ് സിംഗ് പുരി BJP-ക്കാരനാകുന്നത് 2014 ജനുവരി മാസമാണ്. എന്നുവെച്ചാൽ ഈ 3 കൂടിക്കാഴ്ചകളും നടന്നത് ഹർദീപ് സിംഗ് പുരി BJP-ക്കാരനായതിന് ശേഷമാണ് എന്നർത്ഥം. എന്നാൽ ഇയാളുടെ ചരിത്രമൊന്നും തനിക്കറിയില്ലായിരുന്നു എന്നാണ് ഹർദീപ് സിംഗ് പുരി മുന്നോട്ട് വയ്ക്കുന്ന ന്യായീകരണം. എന്നാൽ 2014 എപ്സ്റ്റീൻ അയച്ചൊരു ഇമെയിലിൽ എപ്സ്റ്റീൻ ഈ ലൈംഗിക കുറ്റകൃത്യങ്ങളെല്ലാം ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും ഉപയോഗിക്കുന്ന ലിറ്റിൽ സെയിന്റ് ജെയിംസ് എന്ന വിവാദ ഐലൻഡിനെ എക്സോട്ടിക്, വിചിത്രമായത് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് ഹർദീപ് സിംഗ് പുരി. ഇന്ത്യയിലെ ഒരു ക്യാബിനറ്റ് മന്ത്രിക്കെതിരെ ഉയരുന്ന ഈ ആരോപണങ്ങളും അതിന് അദ്ദേഹം നൽകുന്ന വിചിത്രമായ വിശദീകരണങ്ങളും നിഷ്കളങ്കമല്ല. ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ വരെ ഇടപെടാൻ സാധിക്കുന്ന തരത്തിൽ ഒരു പാരലൽ യൂണിവേഴ്സായി മാറിയോ എപ്സ്റ്റീന്റെ അധോലോകം?